അല്ലേ? അതിലെ സജി ചെറിയാൻ പറഞ്ഞത് കൃത്യമായിട്ട് അന്നും കണക്കായിരുന്നു നിന്ന്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഒരു MLAക്ക് സർക്കാർ ആശുപത്രിയിൽ പോയി ചെന്ന് കിടന്നാലുള്ള സ്ഥിതി എന്താണെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും സംവിധാനങ്ങൾ തകരുകയാണ്. ആകെ മന്ത്രി ഒരു കാര്യം പറഞ്ഞു, ആരോഗ്യമന്ത്രി, സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം. അത് സത്യമാണ്. ആ സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം. ഇവർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെയാണ് കുഴപ്പം. നിങ്ങളിവിടെ ഡോക്ടർമാരോട് ചോദിക്കും, ഇടതുപക്ഷ സഹയാത്രികനായ ഒരു ഡോക്ടറല്ലേ വന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞത്? നിങ്ങൾ ബാക്കി ഡോക്ടർമാരോട് എല്ലാവരുടെയും ചോദിക്കും. എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉള്ളവരല്ലേ. എന്താണ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന സ്ഥിതി എന്താണെന്ന് ചോദിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എത്ര മോശമാണെന്ന് ചോദിക്കും. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചകൾ നോക്ക്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അടിച്ചേൽപ്പിക്കുകയാണ്. വേറെ തരത്തിലാണ് ലാംഗ്വേജ്, വേറെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങളിത് നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു. അതായത് കാരുണ്യ പദ്ധതി, ആരോഗ്യ പദ്ധതി, കാരുണ്യ ബെനവലൻ്റ് പദ്ധതി, ആരോഗ്യകിരണം പദ്ധതി, ഹൃദ്യം പദ്ധതി, JSSK, ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്, അവർക്ക് മരുന്ന് കൊടുക്കുമായിരുന്നു. ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നാണ് അതിന്. അത് എല്ലാം നിർത്തലായി, എല്ലാം വഴിയിലാണ് കിടക്കുന്നത്. അതാണ് പറഞ്ഞത്. ഇതെല്ലാം ഈ 1800 കോടിയാണ് കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാനുള്ളത്. ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ കാസ്പ് കാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ചില ആശുപത്രിക്ക് 200 കോടി 250 കോടിയൊക്കെ കൊടുക്കാനുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ ഈ HDC ഫണ്ടിൽ പൈസ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ കാരുണ്യ പദ്ധതിയുടെ പൈസ HDC എടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത്യാവശ്യം മരുന്ന് മേടിക്കാൻ ആശുപത്രിയിൽ പൈസ ഉണ്ടായേനെ. മുഴുവൻ അവർ പറഞ്ഞത് സത്യമാണ്. മുഴുവൻ സിസ്റ്റവും തയ്യാറാറില്ല. അല്ല, അത് അവിടെ അത് ചെയ്യാൻ പാടില്ല എന്ന് എയർപോർട്ടിൻ്റെ പദ്ധതി വന്നപ്പോൾ തീരുമാനിച്ചതാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ, അവരെല്ലാം സമരം ചെയ്ത ആളുകളല്ല, സമരം ചെയ്ത ആളുകളല്ലേ ഇവരെല്ലാവരും. പിന്നെ വീണ്ടും ഈ പദ്ധതിയായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടില്ലല്ലോ, രഹസ്യമായിട്ടാണല്ലോ. പുറത്ത് പറയട്ടെ. എന്തായാലും മുഖ്യമന്ത്രി സ്ഥലത്തില്ലല്ലോ. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലം തന്നാൽ ഞാൻ അവിടെ പോവാം.